അല്ലാ കുഴഞ്ഞല്ലേ നോമ്പും എല്ലാം കൂടെ ഈ ചൂടൊരു രക്ഷയില്ലല്ലേ. അപ്പത്തേ നമ്മുടെ പള്ളിച്ചോറ് നിനക്ക് ഇവിടെ നിന്നാ ഇതിന് മാത്രം പള്ളിച്ചോറ് കിട്ടുന്നതെന്ന് എന്നെ കാണുമ്പോൾ മിക്കവരും ചോദിക്കാറുണ്ട് കേട്ടോ. പള്ളിയിലെ ചോറ് അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഒരു ടേസ്റ്റി ആയൊരു സാധനം. വാ നമുക്ക് പൊട്ടിച്ചിടാവേ. ഇത് 17,000 ആവിൻ്റെ എല്ലാവർക്കും കിട്ടി കാണും. എല്ലായിടവും ചോറൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ചിക്കൻ ബിരിയാണി അതെ. കുറച്ച് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാണേ. വയറ് ഫുള്ളായി പോവും. അപ്പോൾ അതുപോലെ തന്നെ അച്ചാർ ഇരിക്കുന്നത് ഏതെടുക്കണം എന്നുള്ളതാണ്. ഇത് കണ്ട ബീഫ് അച്ചാർ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സൈറാസ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം അവർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. മാഷാല്ലാ ഇത് കണ്ട നല്ല അടിപൊളി ബീഫ് അച്ചാർ. ഇത് എടുത്തെടുത്തെടുത്തിട്ട് ഈ പരുവായേ. ഒറ്റപ്പാണ് കാന്താരി നാരങ്ങ ലെമണും സോൾട്ടും കൂടെ ഡേറ്റ്സും കൂടെ ചേർന്ന സാധനം. അതുപോലെ തന്നെ ഡേറ്റ്സ് മാത്രമുള്ള അച്ചാർ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സൂപ്പർ പാക്കിങ്ങും ഒക്കെയാണ് കേട്ടോ. ഈ ഓരോ അച്ചാറൊക്കെ തുറക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എണ്ണയുടെ ഒരു ബഹളമായിരിക്കും. പക്ഷേ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നേരിട്ടറിയാവുന്ന അച്ചാറാണത്. നെല്ലിക്ക മാങ്ങ, ഇത് കടുക് മാങ്ങ ആണേ. എൻ്റെ ചെറിയവൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഓടി തീർന്നതെന്ന് പറഞ്ഞാൽ കാര്യം ഇത് നേരത്തെ പൊട്ടിച്ചായിരുന്നേ. വന്നിരുന്നിട്ട് കുറച്ച് ദിവസമായി. മാങ്ങായും ഈ സാധനവും നേരത്തെ പൊട്ടിച്ച് തീറ്റ നടത്തി ഇവിടെ. ബിരിയാണിയുടെ കൂടെ ചെറിയൊരു മധുരത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് അതെ. അപ്പോൾ ഡേറ്റ്സും നമ്മുടെ ബീഫും അപ്പം ഇന്നത്തെ പള്ളിച്ചോറ് അപ്പോൾ എല്ലാവർക്കും കിട്ടിക്കാണ്. അപ്പോൾ 17,000 പള്ളിച്ചോറ് കിട്ടിയും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരിക്കും. അപ്പോൾ ഡയറ്റ് വീഡിയോസൊക്കെ നമുക്ക് നോമ്പിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി നമുക്ക് ഉഷാറാക്കി എടുക്കണം. വരുന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ. ചൂട് ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും മാഷാ അല്ലാഹ് നോമ്പ് പിടിക്കാനുള്ള കഴിവ് എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പള്ളിച്ചോറ്